ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നടന്നിട്ടുള്ള കോമൺ പ്രിലിമിനറി 10th ലെവൽ പരീക്ഷയിലെ കണക്കിലെ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം 3 × 2 ഹരിക്കണം 2 കുറക്കണം 4 കൂട്ടണം 5 ഗുണിക്കണം 2. ഇതിൻ്റെ ഉത്തരം എന്താണ് വരിക? ഓപ്ഷൻസ് ഉണ്ട്: 9, 5, 8, 12. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 3 × 2 ഹരിക്കണം 2 കുറക്കണം 4 കൂട്ടണം 5 ഗുണിക്കണം 2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂട്ടണം എന്നുണ്ട്, കുറക്കണം എന്നുണ്ട്, ഗുണിക്കലുണ്ട്, ഹരിക്കലുണ്ട്. അപ്പോൾ ഇതിലാദ്യം ചെയ്യേണ്ടത് ഹരണമാണ്, ശേഷം ഗുണനം, പിന്നെ കുറക്കും കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഹരണം ചെയ്യുമ്പോൾ ഇവിടെ 3 × 2 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 2ൽ എത്ര 2 ഉണ്ട്? ഉത്തരം 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹരണം അവിടെ ചെയ്തു, ശേഷം കുറക്കണം 4 കൂട്ടണം 5 × 2 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഗുണനം ചെയ്യാം. അതായത് 3 × 1 എന്ന് പറഞ്ഞാൽ 1 3 3 ആണ്. 3 കുറക്കണം 4 കൂട്ടണം പിന്നെ 5 × 2. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഹരണം ചെയ്തു, പിന്നെ ഗുണനം ചെയ്തു. ഇനി ഇവിടെ കുറക്കലുണ്ട്, കൂട്ടലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറക്കും ചെയ്യാം, പിന്നെ കൂട്ടും ചെയ്യാം. ആദ്യം കൂട്ടിയിട്ട് പിന്നെ കുറക്കും ചെയ്യാം, എങ്ങനെ ചെയ്യാം? അപ്പോൾ 3 കുറക്കണം 4, 3 നിന്ന് 4 കുറച്ചാൽ -1 എന്നാണ് വരിക. ഓക്കെ, -1 കൂട്ടണം 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി -1 കൂടിയ 10 കൂട്ടുക. -1 കൂടി 1 കൂട്ടിയാൽ 0 ആവും, പിന്നെ 9 ഉണ്ടാവും അല്ലേ? അതായത് -1 കൂട്ടണം 10 = 9 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ടാൽ മതി, 10 കുറക്കണം 1 അപ്പോൾ 9 അല്ലേ? അതായത് ഇവിടെ ഉത്തരം 9 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? ഓപ്ഷൻസ് ഉണ്ട്: 1 -9/4, -5/7, 5/7. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 2/7ൻ്റെ കൂടെ ഏതൊരു സംഖ്യ കൂട്ടിയാൽ 1 കിട്ടും. അപ്പോൾ ആ സംഖ്യ ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് 2/7 പ്ലസ് ഒരു സംഖ്യ എന്നുള്ളതിന് x എടുത്തു. ഓക്കെ, അപ്പോൾ 2/7 കൂട്ടണം x = 1 എന്നാണ് കിട്ടുക അല്ലേ? ഇനി എക്സിൻ്റെ വില എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വില കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2/7 ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റാം. അപ്പോൾ x = കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ x ആണ് =1 എന്നുണ്ട്. ഈ 2/7 സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിയാൽ ഇവിടെ ചിഹ്നം മാറുമല്ലോ. അതായത് 2/7 എന്നുള്ളത് പ്ലസ് ആണ്. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറിയാൽ -2/7 എഴുതാൻ പറ്റും. അതായത് x = 1 കുറക്കണം 2/7. ഇനി ഇവിടെ 1 നിന്ന് 2/7 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അതായത് ആദ്യം ഈ 1 7 ഗുണിക്കും. 1 × 7 7 ആണ്. ശേഷം 2 കുറക്കും. അതായത് എഴുതി കാണിക്കാം. അതായത് 1 × 7 ഗുണിച്ചതിന് ശേഷം 2 കുറക്കും, പിന്നെ താഴെ 7 എഴുതുക, അങ്ങനെ ചെയ്യാം. അതായത് 1 × 7 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ന്ന് 2 കുറക്കുക, പിന്നെ 7 ചെയ്യണം. 7 ന്ന് 2 കുറച്ചാൽ 5 കിട്ടും. അതായത് 5/7 എന്നാണ് കിട്ടുക. അതായത് ഈ 2/7ൻ്റെ കൂടെ 5/7 കൂട്ടുമ്പോഴാണ് നമുക്ക് ഉത്തരം 1 എന്ന് കിട്ടുക. അതായത് ഇവിടുത്തെ ഉത്തരം 5/7 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം √0.01 ഗുണിക്കണം √0.0025. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻസ് ഉണ്ട്: 0.5, 0.0025, 0.0052, 0.005. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ √0.01 ഗുണിക്കണം √0.0025. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക? ഓക്കെ, അതായത് ഇപ്പോൾ 1ൻ്റെ റൂട്ട് 1 ആണെന്ന് നമുക്കറിയാം, 25ൻ്റെ റൂട്ട് 5 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ 0.01 എന്ന് വരുമ്പോൾ അതിൻ്റെ റൂട്ട് എന്തായിരിക്കും?
അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 0.2 ഗുണിക്കണം 0.2, അതായത് 2×2 4 പിന്നെ ഇവിടെ ഗുണിക്കണം 2 സംഖ്യ ഉണ്ടല്ലോ, അതായത് 0.2, അതിന് പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0.2 എന്ന് പറയുമ്പോൾ പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമുണ്ട്. പിന്നെ രണ്ടാമത്തെ 0.2, അവിടെയും പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനമുണ്ട്. അതായത് ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന് ഉത്തരം വരിക. 0.04, 2 സ്ഥാനങ്ങൾ അവിടെ വരും. ആ ഒരു രീതിയിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 0.04 ഇല്ലേ, ഇതിൻ്റെ റൂട്ടായിരിക്കും എന്ത് 0.2 എന്നുള്ളത്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ അവിടെ പോയിൻറ്റിൻ്റെ സ്ഥാനം കുറയാണ് ചെയ്യുക അല്ലേ. ആ ഒരു രീതിയിൽ ഇവിടെ 0.01 ഇതിൻ്റെ റൂട്ട് എന്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ 1ൻ്റെ റൂട്ട് 1 തന്നെയാണ് വരിക. പക്ഷേ 0.01 എന്ന് പറയുമ്പോൾ അവിടെ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ടിന് പോയിൻറ്റിന് ശേഷം ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 0.01ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 0.1. ഇനി ആ ഒരു രീതിയിൽ 0.0025 ഇവിടെ പോയിൻറ്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. അതായത് ഇതിൻ്റെ റൂട്ട് കിട്ടുന്ന സംഖ്യ ഉണ്ടാവുമല്ലോ, അതിന് പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 25ൻ്റെ റൂട്ട് 5 ആണെന്ന് അറിയാം. ഇനി പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമാണ് വരേണ്ടത്. അപ്പോൾ 0.05 എന്നാണ് വരിക. ഓക്കെ, ഇനി ഇത് രണ്ടും ഗുണിക്കണം. ഇത് രണ്ടും ഗുണിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഉണ്ട് 5 ഉണ്ട്. 1×5 എന്ന് പറഞ്ഞാൽ ഉത്തരം 5 ആണ് വരിക. പക്ഷേ പോയിൻറ്റിന് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ട്? ഇവിടെ ഒന്നാമത്തേൽ പോയിൻറ്റിന് ശേഷം 0.1 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തുള്ളത് 0.05 ആണ്. അവിടെ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോയിൻറ്റിന് ശേഷം 3 സ്ഥാനം ഉണ്ടാവും. ഓക്കെ, അതായത് ഇവിടുത്തെ ഉത്തരം 0.005 എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 തുക 50 ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: 621, 725, 672, 722. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621. അതായത് ഏതോ 2 ഒറ്റ സംഖ്യകൾ ഗുണിച്ചപ്പോൾ 621 കിട്ടിയത്. ഈ 2 ഒറ്റ സംഖ്യൻ്റെ തുക എന്നുള്ളത്, അതായത് 2 ഒറ്റ സംഖ്യകളും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് 50 എന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് ഈ 2 ഒറ്റ സംഖ്യകളുടെയും തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളെ ഗുണിച്ചാൽ എന്താണ് കിട്ടുക? അതായത് തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒറ്റ സംഖ്യയാണ് 1 എന്നുള്ളത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യയാണ് 3 അല്ലേ. അതായത് 2 കൂട്ടുമ്പോഴാണ് അടുത്ത ഒറ്റ സംഖ്യ കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു ഒറ്റ സംഖ്യ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം. അതേപോലെ ഇവിടെ വേറൊറ്റ സംഖ്യ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൂട്ടണം. അങ്ങനെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളാണ് ഇവിടെ ഗുണിക്കേണ്ടത്. അത് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണാൻ പറ്റും, ഒരു ഒറ്റ സംഖ്യേൻ്റെ കൂടെ 2 കൂട്ടുന്നു ഗുണിക്കുന്നു, മറ്റൊരു സംഖ്യേൻ്റെ കൂടെ 2 കൂട്ടുന്നു ഗുണിക്കുന്നു. അതായത് പൊതുവെ ഇതിപ്പോൾ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഒറ്റ സംഖ്യയോ രണ്ടാമത്തെ ഒറ്റ സംഖ്യയോ, ആദ്യം ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഗുണിക്കുക രണ്ടാമത്തെ ഒറ്റ സംഖ്യ, പിന്നെ പ്ലസ്, അതായത് ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഇൻറ്റു 2 എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു രണ്ടാമത്തെ ഒറ്റ സംഖ്യ, പ്ലസ് 2 ഇൻറ്റു 2 ഇങ്ങനെയാണ് വരിക. ഒന്നാമത്തെ ഒറ്റ സംഖ്യ രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഗുണിച്ചാൽ 621 നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യനിലുള്ളതാണ്. പ്ലസ് പിന്നെ ഒന്നാമത്തെ ഒറ്റ സംഖ്യ 2 വട്ടം. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഒറ്റ സംഖ്യയും 2 വട്ടം കൂടണം. അതായത് ഒന്നാമത്തെ ഒറ്റ സംഖ്യയും രണ്ടാമത്തെ ഒറ്റ സംഖ്യയും കൂട്ടണം. ഇത് 2 ഇൻറ്റു 2 എന്ന് കൊടുത്താൽ മതി.
ഇതെല്ലാം കൂടി ഒന്നാക്കിയാണ്. ഒന്നാമത്തെ ഒറ്റ സംഖ്യയും രണ്ടാമത്തെ ഒറ്റ സംഖ്യയും 2 വട്ടം കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 എന്ന് എഴുതി, 2 കൂട്ടിയിട്ട് ഇൻറ്റു 2 എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 2 = 4 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ഒറ്റ സംഖ്യയും രണ്ടാമത്തെ ഒറ്റ സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതായത് 621 കൂട്ടണം, ഇവിടെ ഒന്നാമത്തെ ഒറ്റ സംഖ്യയും രണ്ടാമത്തെ ഒറ്റ സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ 50 ആണ്. 50 ഇൻറ്റു 2 പ്ലസ് 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ 621 കൂട്ടണം 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 100 ആണ്, പ്ലസ് 4 എന്ന് വരും. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 621 100ഉം 721 എന്ന് കിട്ടും. 721 പ്ലസ് 4 സം 725 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം, 122 ഗുണിക്കണം 41 സമം 5002 ആയാൽ 1.22 ഗുണിക്കണം 41 എത്രയാണ്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 122 ഗുണിക്കണം 41 സമം 5002 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 1.22 ഗുണിക്കണം 41 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഏതായാലും ഇവിടുത്തെ ഗുണിച്ചാലുള്ള ഉത്തരത്തിൽ 5002 എന്നുള്ള ഈ ഒരു സംഖ്യ ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ പോയിൻറ്റിൻ്റെ സ്ഥാനം എവിടെയെന്നാണ് അറിയേണ്ടത്. അതായത് നമ്മളിവിടെ 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിൽ പോയിൻറ്റിന് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കിയാൽ മതി. അതായത് 1.22 എന്ന് പറയുമ്പോൾ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനങ്ങളാണുള്ളത്. 41 എന്നുള്ളതിൽ പോയിൻറ്റിന് ശേഷം സ്ഥാനങ്ങളൊന്നുമില്ല. അതായത് ഈ 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലും പോയിൻറ്റിന് ശേഷം 2 സ്ഥാനം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ 50.02 എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? 90000, 90001, 8999, 10000. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 5 അക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് 10000 എന്നുള്ളത്. ഓക്കെ, അതുപോലെ 5 അക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് 99999 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 10000 എന്നുള്ളത് ഏറ്റവും ചെറിയ ഒരു സംഖ്യയാണ്. ഇനി 10001 മുതൽ 20000 വരെ ആകെ 10000 സംഖ്യകളുണ്ടാവും. ഓക്കെ, അതുപോലെ 20001 മുതൽ 30000 വരെ നോക്കുമ്പോൾ അവിടെയും 10000 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ 80001 മുതൽ 90000 വരെ അവിടെയും 10000 സംഖ്യകളുണ്ടാവും. ഓക്കെ, അതുപോലെ 90001 മുതൽ ഈ അവസാനത്തെ സംഖ്യ വരെ അവിടെ 10000 കുറവാണ്. അതായത് അവിടെ ഉള്ളത് 9999. അതായത് 10000 കുറവാണ് ഇവിടെ. ഓക്കെ, അവസാനത്തെ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് 1 കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ 10000 അങ്ങനെ നോക്കുമ്പോൾ അവിടെ 9 വരുന്നുണ്ട്. ഓക്കെ, 9 വരുന്നുണ്ട്. പിന്നെ 8 വരുന്നത്. അതായത് 80001 മുതൽ 90000 വരെ വരുന്നത് 8 10000ങ്ങളാണ്. ഓക്കെ, അവസാനത്തത് 10000 ഇല്ല, അതിലൊന്ന് കുറവുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഏറ്റവും തുടക്കത്തിലുള്ള അതായത് 10001ൻ്റെ മുമ്പുള്ളൊരു സംഖ്യയാണ് ഈ 10000 എന്നുള്ളത്. അത് ഒറ്റൊന്നുള്ളൂ. അപ്പോൾ ആ 10000 ഒന്നാണ്, അതിന് 5 അക്ക ഉണ്ട്. അപ്പോൾ ആ 1 നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൂട്ടിയാൽ മതി. ഓക്കെ, ഇവിടെ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 10000 എണ്ണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു 10000 ആവും. അപ്പോൾ ഈ ഒന്നും ഇവിടെ കൂട്ടണമെന്നില്ല, ഇവിടെ 10000 ആവും. അതായത് 9 10000ങ്ങളുണ്ട്. 9 10000 എന്ന് പറയുമ്പോൾ 90000 എന്നാണ് കിട്ടുക. ഓക്കെ, 90000 എന്നാണ് കിട്ടുക. അതായത് ഇവിടെ 90000 സംഖ്യകളാണ് ഉണ്ടാവുക.
ഓക്കെ. അടുത്ത ചോദ്യം 4/3 ഹരിക്കണം 4 കൂട്ടണം 2/3 വില കാണുക. ഓപ്ഷൻസ് ഉണ്ട്. 1 10/3, 10/6, 3. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 4/3 ഹരിക്കണം 4 കൂട്ടണം 2/3 എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഹരണം വരുന്നുണ്ട്, കൂട്ടലും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ്. അതായത് 4/3 ഹരിക്കണം 4, 4/3 ഹരിക്കണം 4 എന്നുള്ളത് നമുക്കിവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഭിന്നസംഖ്യകൾ വരുമ്പോൾ, ഭിന്നസംഖ്യകൾക്കിടയിൽ ഹരണം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് മാറ്റലുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ 4/3 ഹരിക്കണം 4 എന്നാണ് വരുന്നത്. അതായത് വെറും 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4/1 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, 4/1 നമുക്ക് എഴുതാൻ പറ്റും. അതായത് 4 എത്ര 1 നോക്കുമ്പോൾ ഉത്തരം 4 ജസ്റ്റ് നമ്മൾ 4/1 എഴുതാൻ പറ്റും. ഇനി ഇത്തരം ഭിന്നസംഖ്യകൾക്കിടയിൽ ഹരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4/3 ഈ ഹരണം എന്നുള്ള ജസ്റ്റ് ഒന്ന് ഗുണനം എന്നാക്കുക. ഓക്കെ, ഗുണിക്കണം ഈ 4/1 ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ചിടുക. ഓക്കെ, അതായത് 1/4 എഴുതിയിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഹരണം മാറ്റിയിട്ട് ഇത് നേരെ തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി. അതും ഇതിനും സെയിം തന്നെയാണ്. എന്നിട്ട് പ്ലസ് 2/3 എഴുതുക. ഓക്കെ, അതായത് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. അതായത് നേരെ ഗുണിച്ചാൽ 1 × 4 4 ബൈ 3 × 4 12 12 പ്ലസ് 2/3 എന്ന് വരും. ഓക്കെ, ഇനി ഇത് രണ്ട് കൂട്ടണം. ഇത് രണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പോൾ ആദ്യം 4 × 3 4 × 3 എന്ന് പറഞ്ഞാൽ 12 12 പ്ലസ് ശേഷം 2 × 12 2 × 12 എന്ന് പറഞ്ഞാൽ 24. ഓക്കെ, ഡിവൈഡഡ് ബൈ 12 × 3 12 × 3 36. ഓക്കെ, അപ്പോൾ അത് കൂട്ടി കഴിഞ്ഞാൽ 12ഉം 24ഉം കൂട്ടിയാൽ 36. 36/36 36/36 1 എന്നാണ് കിട്ടുക. അതായത് ഇവിടുത്തെ ഉത്തരം 1. ഓക്കെ, അടുത്ത ചോദ്യം ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 4, 10, 28, 82. ഓപ്ഷൻസ് ഉണ്ട്. 200, 158, 92, 244. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പദം ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് 4, 10, 28, 82 ഈ ഒരു ശ്രേണിയുടെ അടുത്ത പദം കാണണം. അപ്പോൾ നമ്മളിവിടെ ശ്രേണി കാണുമ്പോൾ അവർക്കിടയിലുള്ള വ്യത്യാസം, പൊതുവ്യത്യാസം നമ്മൾ കണക്കാക്കും. അതായത് ഇപ്പോൾ 4ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ 10ഉം 28ഉം തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അതെല്ലാം വ്യത്യസ്തമാണ്. അതായത് സംഖ്യകളിങ്ങനെ കൂടിക്കൂടി പോവാണ്. ഓക്കെ, അതായത് വ്യത്യാസങ്ങളൊന്നും സെയിം അല്ല. ആദ്യം ഇപ്പോൾ 4ഉം 10ഉം ആണെങ്കിൽ വ്യത്യാസം 6. അതുപോലെ 10ഉം 28ഉം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യത്യാസം 18 വരുന്നത്. അതായത് പല പല വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ശ്രേണിക്ക് വേറെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംഖ്യകൾക്കിടയിലുള്ള അല്ലെങ്കിൽ ഓരോ സംഖ്യകളുടെയും സ്ക്വയറോ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇവിടെ ഇപ്പോൾ 4, 10, 28, 82 ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഈ സംഖ്യകളുടെ ക്യൂബോ അല്ലെങ്കിൽ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 28 എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഈ 27ൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യയാണ് 28 അല്ലേ. അതായത് ഈ 27 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3ൻ്റെ ക്യൂബാണ്. അതായത് 3 × 3 × 3 ആണ് 27 അല്ലേ. അത് കൂടെ ഒന്ന് കൂട്ടിയതാണ് 28. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 10 നോക്കുമ്പോൾ 10ൻ്റെ തൊട്ടടുത്തുള്ള 9 ഉണ്ടല്ലോ, ഈ 9 എന്നുള്ളത് 3ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, അതായത് 3ൻ്റെ സ്ക്വയറാണ് 9, അതിൽ കൂടെ ഒന്ന് കൂട്ടിയാണ് 10. അതുപോലെ 3ൻ്റെ ക്യൂബാണ് 27 എന്ന് പറഞ്ഞു, അതിൽ കൂടെ ഒന്ന് കൂട്ടിയതാണ് 28. പിന്നെ വെറും 3 അതിൽ കൂടെ ഒന്ന് കൂട്ടിയതാണ് 4. 3ൻ്റെ വെറും എന്ന് പറയുമ്പോൾ 3 × 1 അതിൽ കൂടെ ഒന്ന് കൂട്ടിയാണ് 4. അതുപോലെ 3 × 4
അത് 81. അതിൽക്കൂടി 1 കൂട്ടുമ്പോഴാണ് 82 കിട്ടുന്നത്. ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പദം 3 കൂടെ 1 കൂട്ടിയാൽ മതി. ഓക്കെ, 3 എന്ന് പറഞ്ഞാൽ 243. ഓക്കെ, അതിൽക്കൂടി 1 കൂട്ടിയാൽ 243 + 1 = 244. ഓക്കെ, അതായത് ഈ ഒരു ശ്രേണിയുടെ അടുത്ത പദം എന്നുള്ളത് 244. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.